ഇന്നിതാ പഴയൊരു ജീൻസിൻ്റെ പാൻറ് കൊണ്ട് നല്ലൊരു ബാഗാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഈ ഒരു പാൻറ്റിൻ്റെ രണ്ട് കാലിൻ്റെ ഭാഗമില്ലേ, അത് നമ്മൾ മുകളിൽ നിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. അത് ഒരു സൈഡൊന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള രണ്ട് തുണിയും ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പേപ്പറിൽ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. തുണിയുടെ വീതിയുള്ള ഭാഗത്തേക്കായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് വെച്ച് കൊടുക്കുക. തുണിയും നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ജീൻസിൻ്റെ തുണിയിൽ നിന്ന് രണ്ട് സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ ഒരു ജീൻസിൻ്റെ തുണിയിൽ നമുക്ക് പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ രണ്ട് ക്യാൻവാസിൻ്റെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജീൻസിൻ്റെ തുണി കട്ട് ചെയ്തേന്ന് ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല ഭാഗം ബാക്കിലേക്കും ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. ക്യാൻവാസിൽ ഷൈനിങ് ആയിട്ടുള്ള ഭാഗമാണ് തുണിയായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം മോൾ ഭാഗത്തൂടെ അയൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും അയൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം ദാ ക്യാൻവാസുമായിട്ട് തുണി അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണുള്ളത്. ആ ഒരു രീതിക്ക് രണ്ട് പീസിലും ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടാകുന്ന ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. എത്രയാണോ വീതി അതിൻ്റെ പകുതി. ഇനി മാർക്ക് ചെയ്ത് അവിടുന്ന് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പേപ്പർ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ടൊന്ന് മടക്കണം. ഇനി പേപ്പറിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് അടുത്തൊരറ്റത്തേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു കർവ് ഷേപ്പ്. ആ ഒരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെയാണ് ഉള്ളത്. അതിനുശേഷം നമുക്കിതിൻ്റെ താഴത്തെ രണ്ട് കോർണർ ഭാഗത്തുനിന്നായിട്ട് ഒരു കർവ് ഷേപ്പ് കട്ട് ചെയ്യണം. അതിനായിട്ട് കോർണർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും. അതിനുശേഷം ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ഷേപ്പിലുള്ളത്. നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ആ ഒരു ബൗൾ വെച്ച് കൊടുക്കുക. ഒരു കർവ് ഷേപ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് കോർണർ ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഷേപ്പിൽ നമുക്ക് രണ്ട് ഭാഗത്തുനിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബാഗിനുള്ള ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് തുണി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുക. ഈ ഒരു പാറ്റേണിൻ്റെ ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ജീൻസിൻ്റെ തുണിയും പാറ്റേണിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് 2 പീസും. ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് 2 പീസ്. ഇത് ലൈനിങ്ങിനായിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തുണിയും പാറ്റേണിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ജീൻസിൻ്റെ തുണി കട്ട് ചെയ്തതിന് ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷേപ്പിൽ തന്നെ. ഇനി ലൈനിങ് തുണിയിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ജീൻസിൻ്റെ ഒരു പീസ് തുണിയുടെ മുകളിലേക്കായിട്ട് ലൈനിങ്ങിൻ്റെ ഒരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. ലൈനിങ് തുണിയുടെ നല്ല വശം ജീൻസിനോട് ചേർത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിൽ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു രീതിക്ക് അടുത്തൊരു ജീൻസിൻ്റെ പീസിൽ നമ്മൾ ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു പീസ് എടുക്കുക. ഇനി ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അരികു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണി ജീൻസിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മോൾ ഭാഗത്തൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അരികു ഭാഗത്തൂടെ ആയിട്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ മോളിലെ ആ ഒരു അരികു ഭാഗവും ബാക്കിയുള്ള അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അരികു ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം.
ഇനി അടുത്തതായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ജീൻസിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല ഭാഗത്തേക്കായിട്ട് ലൈനിങ്ങിൻ്റെ തുണി വെച്ച് കൊടുത്തിട്ട് 3 അരിക് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം നമ്മൾ ഓപ്പൺ സൈഡായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. 2 പീസും ആ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതാ സിബാണ് എടുത്തിട്ടുള്ളത്. സിബ് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്റർ പോയിന്റ് 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു തുണിയും 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം 2 പീസിലും. ഇനിതാ സിബാണ് എടുത്തിട്ടുള്ളത്. അതിൽ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് 1 പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. തുണിയുടെ സ്റ്റിച്ച് ചെയ്യാത്ത അരിക് ഭാഗമാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ അരിക് ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിക്ക് ഇതാ സ്റ്റിച്ച് ചെയ്തിട്ട് മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു അരിക് ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി തുണി ഇതാ ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ചിട്ട് മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മെയിൻ ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തിരുന്ന 1 പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് മോൾ ഭാഗത്ത് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി ഈ പീസ് തുണി നമുക്ക് നിവർത്തി വെച്ചിട്ട് ഇതാ സിബാണ് അടുത്തത് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. ഇനി മെയിൻ ഫാബ്രിക്കിൽ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് സിബിൽ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തത് ചേർത്ത് വെക്കുക. എന്നിട്ട് അരികിലൂടെ ആയിട്ട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സിബിൻ്റെ അടുത്തൊരു അരിക് ഭാഗത്തേക്കായിട്ട് അതിൽ നമ്മൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തേക്കായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ അടുത്തൊരു പീസ് എടുക്കുക. അതിൽ സെൻറ്റർ പോയിന്റ് നോക്കിയിട്ട് സിബിലെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് ഈ ഒരു മെയിൻ ഫാബ്രിക് ഇതുപോലെ വെച്ചിട്ട് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക മാർക്ക് ചെയ്യുന്നത് പോലെ. അപ്പോൾ ആ ഒരു ഭാഗം ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നല്ല ഭാഗത്തൂടെ ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് നോക്കുന്നത് ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിലേക്ക്. അപ്പോൾ ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 25.5 ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണി നമുക്ക് ജോയിൻ്റ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ ബാക്കിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ നീളത്തിലുള്ള പീസ് തുണി ഉണ്ടെങ്കിൽ അതായാലും മതിയിട്ടാ. ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് മാർക്ക് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി നമുക്ക് നിവർത്തി വെക്കാം. ഈ ഒരു തുണിയുടെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 26.5 ഇഞ്ചിലാണ്. നേരത്തെ ആ ഒരു ഷേപ്പിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നല്ല ഭാഗത്തേക്കായിട്ട് ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ലൈനിങ്ങിൻ്റെ തുണി ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ബാക്ക് സൈഡിലേക്കായിട്ട്. അതിനുശേഷം ഈ ഒരു തുണി നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കാം. ഇതിൻ്റെ ആ ഒരു തുറന്ന വശം ഉണ്ടല്ലോ, അവിടെ നിന്നായിട്ട് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ക്രോസ് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യണം. അതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നിവർത്തി വെക്കാം. അതിനുശേഷം ഇതാ 2 ചെറിയ സ്ട്രാപ്പുകൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ 2 മെറ്റലിൻ്റെ സ്ക്വയർ റിങ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു തുണിയുടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെയിം രീതിയിൽ അടുത്ത സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് ആ ഒരു റിങ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കുക.
രണ്ടറ്റങ്ങളും ഇതുപോലെ മടക്കിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു രീതിക്ക് 2 സൈഡിലും ഇതാ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്നായിട്ട് മടക്കിയിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. അടുത്ത സൈഡിലും സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുണി എടുത്തിട്ട് അതിലെ സെൻറ്റർ പോയിന്റും മെയിൻ തുണിയിൽ നമ്മൾ സെൻറ്റർ പോയിന്റും ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളും അരികു ഭാഗങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരറ്റത്തു നിന്ന് അടുത്തൊരു അറ്റത്തേക്ക് എന്ന രീതിയിൽ. ഈ ഒരു രീതിക്കാണ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം അരികിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഉൾഭാഗം കാണാനായിട്ട് ഇതുപോലെയാണ് ഉള്ളത്. ഇനി മെയിൻ ഫാബ്രിക്കിന്റെ അടുത്തൊരു പീസ് മോൾ ഭാഗത്തൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഈ 2 തുണിയുടെ അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നീളത്തിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്തൊരു സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കവർ ചെയ്തിട്ട് ഒരു ബോർഡർ പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഒരു രീതിക്ക് നമ്മളിതാ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ബാഗിൻ്റെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ബാക്ക് സൈഡിലായിട്ട് ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നീളവും വീതിയാണ് കാണിക്കുന്നത്. 27 ഇഞ്ചിലാണ് നീളം എടുത്തിട്ടുള്ളത്. വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചിലുമാണ് കേട്ടോ. ഇനി 2 സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കാം. അയൺ ചെയ്ത് കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് നിൽക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കാം. ഇനി അരികു ഭാഗത്തൂടെ ആയിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ 2 അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാഗിൽ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യണ ഭാഗം ഒന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് സേവ് ആവണ മുന്നേ സ്വിച്ച് ഓഫ് ആയിപ്പോയി ഫോണ്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം മിസ്സായി പോയിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഹുക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഹാൻഡിലിൻ്റെ അറ്റിട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ അടുത്ത സൈഡിലും ഹാൻഡിലിൻ്റെ അറ്റം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാഗിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കണം. ഇത് പ്ലെയിൻ ആയിട്ടല്ലേ ഉള്ളത് ഇപ്പോൾ. അതിനായിട്ട് ജീൻസിൻ്റെ തുണി കൊണ്ട് തന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക്. അതുപോലെ ലീഫും. ഇത് നമുക്ക് അവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സൂചി നൂല് വെച്ചിട്ട് തുന്നുകയോ ചെയ്യാം. അപ്പം നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അതും പഴയ ജീൻസ് കൊണ്ട്. ഈ ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.